ബലാത്സംഗ കേസിൽ മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, 5 ലക്ഷം രൂപ പിഴയും അടക്കണം. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടേതാണ് ഈ വിധി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, ഈ സംഭവം നടന്ന് 14 മാസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി എന്ന് പറയാം ജീവപര്യന്തം ശിക്ഷയാണ് ഈ ബലാത്സംഗ കേസിലുള്ളത്. മറ്റ് 2 കേസുകൾ കൂടി സമാനമായി പ്രജ്വലിന് എതിരെ ഉണ്ട് എന്നുകൂടി ഉണ്ടല്ലോ. വിവരങ്ങൾ എന്താണ്? മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്ക് കുരുക്ക് വീണിരിക്കുന്നു. ബലാത്സംഗ കേസിലെ ആദ്യ ബലാത്സംഗ കേസ്, അദ്ദേഹത്തിനെതിരെ 3 ബലാത്സംഗ കേസുകളാണുള്ളത്. മറ്റൊരു കേസ് കൂടിയുണ്ട്, സൈബർ ക്രൈം കേസ് കൂടിയുണ്ട്. പക്ഷേ ഈ ബലാത്സംഗ കേസിലെ ആദ്യ കേസിൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ജീവപര്യന്തം തടവ് ലഭിച്ചിരിക്കുന്നു. 5 ലക്ഷം രൂപ പിഴയടക്കണം എന്നുകൂടിയാണ് ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിരുന്നു. കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് കേസിലെ ഫോറൻസിക് തെളിവുകൾ നിർണായകമായി. ഇരയായ സ്ത്രീയുടെ വസ്ത്രത്തിൽ നിന്ന് പ്രജ്വലിന്റെ DNA സാമ്പിളുകൾ ലഭിച്ചിരുന്നു. ഇതൊക്കെയും ഈ കേസിൽ ഏറ്റവും നിർണായകമായി. അദ്ദേഹം തന്നെയാണ് കുറ്റക്കാരൻ, പ്രതി എന്ന് തെളിയിക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറി. ഒപ്പം തന്നെ ഈ പീഡന ദൃശ്യങ്ങളിൽ പ്രജ്വലിന്റെ കൈകളും ചില സ്വകാര്യ ഭാഗങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത് വീഡിയോയിൽ നിന്ന് തന്നെ അത് പ്രജ്വലിന്റേതാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതും പ്രജ്വലിന് കുരുക്കായി മാറി. അത് സത്യം പുറത്തു വരാനുള്ള കാരണമായി മാറി. ഒപ്പം തന്നെ 26 സാക്ഷികളെയാണ് കോടതിയിൽ വിചാരണ ചെയ്തത്. പ്രജ്വലിനെതിരായി ഇവരൊക്കെയും മൊഴി നൽകുകയും ചെയ്തു. വീഡിയോയിലുള്ളത് പ്രജ്വലിന്റെ ശബ്ദ സാമ്പിളുകളാണ് എന്നുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞതോടെ ആണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയ മറ്റൊന്ന്. ഒപ്പം തന്നെ കോടതി ഏറ്റവും എടുത്തു പറഞ്ഞത്, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു, ശേഷം ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്, മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണ് എന്നുള്ളൊരു വീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിലൊരു പരാമർശവും കോടതി നടത്തി. എന്തായാലും ആദ്യ കേസിൽ കുരുക്കു വീണു. ഇനി ബാക്കിയുള്ളത് 2 ബലാത്സംഗ കേസുകളും ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചതിനെതിരെയുള്ള ഒരു സൈബർ കേസുമാണ്. ഈ കേസുകളിലുമൊക്കെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രജ്വലിന് കൂടുതൽ കുരുക്കു വീഴുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ.